ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു എ മോർണിംഗ് ഇൻ മൈ ലൈഫ്. കോളേജ് പൂട്ടിയതിന് ശേഷമുള്ള ഒരു രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എണീച്ച് പോയിട്ട് പേപ്പറും പാലും എല്ലാം എടുത്തുകൊണ്ട് വന്ന് മുറ്റത്ത് ആമ്പൽ വിരിഞ്ഞേക്കുന്നുണ്ട്, താമര മുട്ടിട്ടിട്ടുണ്ട്, എല്ലാം നോക്കി കുറച്ച് നേരം നിന്ന്. മാങ്ങയുണ്ട്, സപ്പോട്ടയുണ്ട്, ചക്കയുണ്ട്, എല്ലാം ഇങ്ങനെ നോക്കി നിന്ന്. ഞാൻ വളരെ റെയറായിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ പുറത്തോട്ടെല്ലാം ഇറങ്ങാറുള്ളൂ. ഞാനിപ്പോൾ ഈ തുളസി പറിച്ചു കൊണ്ട് കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? ഇപ്പം കാണിച്ചര ഈ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അനിയനും കൂടാണ്ട് വേറെ ആൾക്കാരുണ്ട്. ഇവർ മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഒരു മടി. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരെ വരുന്നില്ല. ആ ഉറക്കക്ഷീണത്തൊന്നും എണീച്ചിട്ടില്ല തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം അവരെ നോക്കി നിന്ന്, അവരെ അടിയും സ്നേഹവും ഇണക്കും പിണക്കും എല്ലാം നോക്കി അങ്ങനെ നിന്ന് കുറേ നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരം അമ്മേനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ആക്കാൻ വേണ്ടി പോയി. അമ്മേനെ കൊണ്ടാക്കി വന്ന് വീടിൻ്റെ സൈഡിലേക്കൂടെ എല്ലാം നടക്കുമ്പം മുല്ല വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിരിഞ്ഞിരുന്ന കുറച്ച് മുല്ലയെല്ലാം പൊട്ടിച്ചു, നല്ല മണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീടിൻ്റെ ബാക്കിലോട്ടൊരു സഞ്ചാരം നടത്തി. അപ്പം കിണർ കണ്ടു. കിണർ കണ്ടാൽ ഫ്രിഡ്ജ് പോലെയാണ്. ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന പോലെ കിണർ കണ്ടാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടോ നോക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് നല്ല നാരങ്ങച്ചപ്പിലുണ്ട്, നാരങ്ങച്ചപ്പില പൊട്ടിച്ചു, നല്ല മണം. അങ്ങനെ നടക്കുമ്പോഴാണ് കാക്കേനെ കണ്ടത്. ഒരു കാക്കേനെല്ലാം കണ്ടിട്ട് കുറേ കാലമായി. അങ്ങനെ കുറേ നേരം കാക്കേനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് പേപ്പർ വായിച്ചു. പേപ്പർ വായിക്കൽ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലാ പേജും തിരിച്ചും മറിച്ചെല്ലാം നോക്കി. എന്നെ പുറത്തിറങ്ങിയാൽ അപ്പം കൊതു കടിക്കും. ഈ കൊതു കടിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാത്തത്. അങ്ങനെ കൊതുവിൻ്റെ കടിയെല്ലാം കൊണ്ട് എല്ലാം ചൊറിഞ്ഞ് തീർത്ത് അടുത്ത ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത ആൾക്കാരുണ്ട്. അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരാണ് ഈ മീനുകൾ. അനിയൻ്റെ മീനുണ്ട്, അച്ഛൻ്റെ മീനുണ്ട്. രണ്ടാളെ മീനുകൾക്കും തീറ്റയെല്ലാം കൊടുത്തു, ബെഡെല്ലാം ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡിൻ്റെ പരിപാടി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി, എൻ്റെ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് സ്മൂത്തി ആൻഡ് മുട്ട ഒഴുങ്ങിയത്. ഉച്ചത്തേക്ക് ഞാൻ കുറച്ചരിയും കുറേ മൺപയറും കൂടി ഇട്ടിട്ടുള്ള ഒരു കഞ്ഞി സെറ്റാക്കി. ബാംഗ്ലൂർ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മന്തി കഴിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എത്ര ദിവസത്തേക്കാണെന്നും അറിയില്ല, പക്ഷേ ഇപ്പം തൽക്കാലം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അങ്ങനെ ഞാൻ ഒരു സിനിമയെല്ലാം കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നത് റീസ്റ്റാർട്ടാക്കി. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഒരു കോഴ്സും ജോയിൻ ചെയ്തു. കുറച്ച് നേരം ക്ലാസ്സെല്ലാം കണ്ട് നോട്ട്സെല്ലാം എഴുതിയെടുത്തു. എനിക്ക് പഠിക്കുന്നത് സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് പിന്നെയും എന്തെങ്കിലും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ആക്ച്വലി കോളേജിൽ നിന്ന് സ്റ്റഡി ലീവാണ്. ആ ടൈമിലാണ് ഞാൻ വേറെ കോഴ്സ് ജോയിൻ ചെയ്തത്. കോളേജിലത്തെ കാര്യമൊന്നും പഠിക്കാണ്ടാണ് ഞാൻ ഇപ്പം പുതിയ കാര്യം പഠിക്കുന്നത്. സാറില്ല, എക്സാം ആവാൻ ടൈം ഉണ്ടാവുമല്ലോ. എനിക്ക് എക്സാമിൻ്റെ ആ സമയമാകുമ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും തലയിൽ കയറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രഭാത വിശേഷങ്ങൾ. ബൈ ഫ്രം അൺഫിൽറ്റേഡ് ചാനൽ ബൈ അഭിനന്ദ.